പുത്തരിക്കണ്ടം മൈതാനത്തിൽ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് നട്ട് അവിടെ നിന്നും വിളയുന്ന നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ കാലാകാലങ്ങളിൽ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. കുറച്ച് നാളും കൊണ്ട് പുത്തരിക്കണ്ടത്ത് നെൽകൃഷി ചെയ്യാതിരുന്നു. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വളരെ നന്നായി പുരാതന കാലം മുതൽ തന്നെയുള്ള എല്ലാ ആചാരങ്ങളും പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നല്ല രീതിയിലുള്ളൊരു വിളവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ നമുക്കറിയാം ഇവിടെ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. അങ്ങോട്ട് പോകണ്ട. അടയാളം വെക്കേണ്ടി വരും. ഇറങ്ങിയത് നല്ല പൊള്ളയില് താഴ്ചയുള്ള തലവരുന്ന് ഇറങ്ങിയത്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. തവണ അത് നടക്കുന്നു. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വളരെ നന്നായി പുരാതന കാലം മുതൽ തന്നെയുള്ള എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ
പരിപാലിച്ചു പോകുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. സങ്കല്പം അനുസരിച്ച് പുത്തരിക്കണ്ടത്ത് വിളയുന്ന നെൽക്കതിരുകളാണ് ഭഗവാന് നിറപുത്തരിക്കായി അവിടെ പ്രയോജനപ്പെടുത്തുന്നത്, അതിനെ ഉപയോഗിക്കുന്നത്. അത് എല്ലാ വർഷവും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നെല്ല് വിളയിച്ച് ഇവിടെ നിന്ന് കതിരാക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോകാറാണ് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഇവിടെ വിളയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പുറത്തുനിന്ന് കതിർ കൊണ്ടുവന്നായിരുന്നു ഈ ചടങ്ങ് നിർവഹിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു, NDA നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് വിളയിച്ച് ഭഗവാന് നിവേദിക്കും, നിറപുത്തരിക്കായി കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വരുന്നത് നിറപുത്തരി വരുന്നത്. അപ്പോൾ വിളയുന്നതിന് പാകമാകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ നടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാളയം കൃഷി വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്, അഗ്രികൾച്ചർ ഓഫീസർ ഇവിടെ ഉണ്ട്. ശാസ്ത്രീയമായി അവരുമായി ചർച്ച ചെയ്ത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സഹകരണത്തോടെയാണ് ഇവിടെ നിലമൊക്കെ ഒരുക്കി, ഇന്നലെ തന്നെ ഒരുക്കി. അതോടൊപ്പം തന്നെ ഇന്ന് ഞാറ് നട്ടത്. വളരെ സന്തോഷമുണ്ട്. ഈ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് നട്ട് അവിടെ നിന്ന് വിളയുന്ന നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ വളരെയധികം ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ആ ചടങ്ങാണ് ഇവിടെ നിന്നത്. മേയറുടെ തലയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. ആചാരം എങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നിർവഹിക്കാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തിരുവനന്തപുരത്തെ കണ്ണിലെ കൃഷ്ണമണി വരെ കാത്തു സൂക്ഷിക്കുമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. ഓക്കെ. സ്വാമി ക്ഷേത്രത്തിലേക്ക് നിറപുത്തരിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഒരു നിലം ഒരുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് നേരമായി മുമ്പ് ഉണ്ടായതാണോ? എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയാം? ഇത് കാലാകാലങ്ങളിൽ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. കുറച്ച് നാൾ കൊണ്ട് പുത്തരിക്കണ്ടത്ത് നെൽകൃഷി ചെയ്യാതിരുന്നു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൃഷിഭവൻ എടുത്ത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ നമ്മൾ ഒരു പ്രപ്പോസൽ നമ്മൾ കോർപ്പറേഷനിൽ കൊടുത്തു, മേയറോട് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം അവർക്കും വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് നമുക്കിവിടെ ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടിയത്. ഞങ്ങൾ പോയി പറഞ്ഞപ്പോൾ തന്നെ വളരെ പുണ്യനോടുകൂടെ ഞങ്ങൾക്ക് നിൽക്കാം, 100% നിങ്ങളോടൊപ്പം ഉണ്ട്, തുടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. അതിന് പ്രകാരം ഞങ്ങളിവിടെ നിലമൊരുക്കുന്നതിന് പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. 130 ദിവസത്തോളം വരുന്ന ദിവസം വരുന്ന വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലമൊരുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ശരിക്കും തറയായിട്ട് കിടന്ന സ്ഥലത്താണ് നമ്മൾ ഈ ലെവൽ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലെവലിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാറ് വാങ്ങിയിരിക്കുന്ന ഞങ്ങൾ പരമന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിന് അത്രയും ശുചിയോടുകൂടെ തന്നെയാണ് നമ്മൾ എല്ലാം ഓർഗാനിക് രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം കർക്കിടക മാസം അവസാനത്തോടു കൂടെയാണ് ഇത് കതിര് അവിടെ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 100 മേനി നമ്മൾ കൊടുക്കും എന്ന് ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ പരിപാലനവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഒരു പങ്കുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഞങ്ങൾ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇതിന് പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ പൂർണ്ണ പിന്തുണയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ കാര്യത്തിനും ഇതിൻ്റെ എല്ലാ പരിപാലനത്തിനും എല്ലാ കാര്യത്തിനും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നല്ല രീതിയിലുള്ളൊരു വിളവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ നമുക്കറിയാം, ഇവിടെ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. നമുക്ക് സ്ഥലം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ടാകും. അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ പിന്നെ വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ളൊരു സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നല്ല രീതിയിലുള്ളൊരു ഈൽഡ് കിട്ടി നമുക്ക് നിറപുത്തരിക്ക് 100% ജൈവ രീതിയിലുള്ള നെല്ല് നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി ഞാറ് നടൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിപാലനമുണ്ട്. അതിനൊക്കെ ഉണ്ട് ആവശ്യത്തിന് തൊഴിലാളികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ 2 പേരെ വെച്ചിട്ടുണ്ട്. നാളെ ഇത് കംപ്ലീറ്റ് ആവും നടുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ആ മുറയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പരിപാലനമല്ല, ഞങ്ങൾ ഡെയിലി ഇവിടെ വന്ന് നോക്കും. അപ്പം ഞങ്ങൾ സപ്പോർട്ട്, സാർ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സാറാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സാറിനെ കോൺടാക്ട് ചെയ്യും. പിന്നെ തൊട്ടടുത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ എല്ലാ അടുത്ത നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് പത്മനാഭനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുത്തരി ഇവിടെ നിന്ന് ഒരുങ്ങും എന്ന് ഉറപ്പിക്കാം. ഓക്കെ ഉറപ്പായിട്ടും. ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്.
അപ്പം അതൊന്നും തരണം ചെയ്തെടുത്താൽ മാത്രം നമുക്ക് 100 മേനി എടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെയാണ് പോയത്. കാരണം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എലിശല്യം, കീരി, നാട്ടുകാരുടെ പട്ടി, ഇതെല്ലാം ഭയങ്കര ശല്യമാണ് അവിടെ. അതിന് ഞങ്ങളൊരു മുൻകരുതൽ എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിപ്പം ഇറങ്ങിയിരിക്കുന്ന ഇതായിട്ട്. മുൻപത്തെക്കാളും 100 മേനി ഉണ്ടാകും ഉറപ്പായിട്ടും. അതാണ് ഓക്കെ.